പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാല് ഇത് കടി കിട്ടിയ ഭാഗത്തിന് തൊട്ട് മുകളിലായിട്ട് വെച്ച് നമ്മൾ ടൈറ്റ് ആയിട്ട് കെട്ടിക്കഴിഞ്ഞാല് ബ്ലഡ് ഫ്ലോ കുറയ്ക്കാൻ സാധിക്കും. അത് നല്ലൊരു റെമഡിയാണ്, മെത്തേഡാണെന്ന് പറഞ്ഞ് ഫസ്റ്റ് എയ്ഡ് ആയിട്ട്. അത് ശരിയാണോ? അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അതായത് ഒരു 10 വർഷം മുമ്പ് നമ്മൾ സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ ഒക്കെ ഡൂസ് എന്ന കാറ്റഗറിയിൽ പഠിച്ചിരുന്ന പല കാര്യങ്ങളും സ്നേക്ക് ബൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഡോൺസ് കാറ്റഗറിയിലേക്ക് മാറിയിട്ടുള്ള സംഗതികളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ടോർണിക്ക, അതായത് മുറുക്കി കെട്ടുക. കടിയേറ്റ പാടിന് തൊട്ട് മുകളിലായിട്ട് മുറുക്കി കെട്ടുക. അത് പിന്നീട് അത്ര മുറുക്കി കെട്ടരുത്, ഒരു വിരൽ കടത്താൻ പാകത്തിന് ഒന്ന് അയച്ച് കെട്ടണം എന്നുള്ള രീതിയിലേക്ക് മാറി. പിന്നീട് ഇപ്പോ അഡ്വൈസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും അത്തരത്തിലുള്ള കെട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഡു ഇറ്റ് റൈറ്റ് എന്ന് ഞങ്ങൾ ചുരുക്കി പറയും. RIGHT. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഅഷ്വർ, കടിയേറ്റ ആളെ സമാധാനിപ്പിക്കുക, ധൈര്യപ്പെടുത്തുക, പേടിപ്പിക്കാതിരിക്കുക. ഇമ്മൊബിലൈസ് എന്ന് പറഞ്ഞാൽ ആ ഭാഗത്ത് പേശി ചലനങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിച്ചാൽ മതി. അതിന് കെട്ടിടുകയോ അല്ലെങ്കിൽ വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല. റീഅഷ്വർ ഇമ്മൊബിലൈസ് കഴിഞ്ഞാൽ GH എന്ന് പറഞ്ഞാൽ ഗോ ടു ഹോസ്പിറ്റലാണ്. പിന്നെ അവിടെ മറ്റ് ഫസ്റ്റ് എയ്ഡ് ഒന്നുമില്ല. T എന്ന് പറഞ്ഞാൽ ടെൽ ദ ഡോക്ടർ അല്ലെങ്കിൽ ടോക്ക് ടു ദ ഡോക്ടർ. ഡോക്ടറെ അങ്ങ് ഏൽപ്പിക്കുക, ബാക്കി കാര്യങ്ങളൊക്കെ ഡോക്ടറാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമുക്ക് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു. അത് ഇന്ന് നിങ്ങളുടെ കാരണം നമ്മൾ എല്ലാവർക്കും, എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രേക്ഷകർക്ക് വരയ്ക്കും ആ ഒരു ക്ലാരിറ്റി കിട്ടി. താങ്ക് യു സോ മച്ച്.